ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബാറ്ററിയും അതുപോലെ അത് ചാർജ് ചെയ്യുന്ന രീതിയെ സംബന്ധിച്ചിട്ടാണ്. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ചാർജ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പലർക്കുള്ള സംശയമാണ്. അപ്പോൾ ഒരു പുതിയ ബാറ്ററി അല്ലെങ്കിൽ ഒരു പുതിയ ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബാറ്ററി കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു വട്ടം ഫുൾ ചാർജ് ചെയ്ത് ഫുൾ ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ ബാറ്ററി ലെവൽ ഫോണിന് കറക്റ്റ് കാലിബ്രേറ്റ് ചെയ്ത്, അതായത് പെർസെൻറ്റേജ് എത്രത്തോളം ആകുമ്പോഴാണ് കുറയേണ്ടത് കൂടേണ്ടത് എന്നുള്ളത് ഫോണിന് മനസ്സിലായിട്ട് അനുസരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ. ചില ബാറ്ററികൾ നമ്മൾ പുതിയ ഫോണിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ കാര്യം അത് കാലിബ്രേഷൻ നടക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ കാലിബ്രേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു വട്ടം ഫുൾ ചാർജ് ചെയ്തിട്ട് പിന്നെ ഫുൾ ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിക്കണം. ഇനി ബാറ്ററി ഹെൽത്ത് നമുക്ക് പരമാവധി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫോണിൻ്റെ ചാർജിങ് 20% മുതൽ ഒരു 80% ഇടയിലായിട്ട് നിർത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ 20% ആകുമ്പോൾ കുത്തി വെക്കുക, ഒരു 80% ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. 80% ആകുമ്പോൾ സ്റ്റോപ്പ് ആകാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് ആ സമയമാകുമ്പോൾ ഫോൺ ഓട്ടോമാറ്റിക്കലി ചാർജിങ് ഓഫ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ ബാറ്ററി എന്നുള്ള ഓപ്ഷൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒപ്റ്റിമൈസർ ചാർജിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ഇനേബിൾ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ആ സമയം ആകുമ്പോൾ നമ്മൾ ചാർജിങ് ഊരി വെക്കണം, അല്ലെങ്കിൽ ഫോൺ വെറുതെ ഹീറ്റ് ആവാനുള്ള സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ബാറ്ററി ഹെൽത്ത് നിലനിർത്താൻ വേണ്ടി നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാറ്ററി ചൂടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചൂടാവാനുള്ള എല്ലാ ചാൻസും നമ്മൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചൂടത്ത് വെക്കാതിരിക്കുക, സാഹചര്യങ്ങളുടെ ഉപയോഗം പരമാവധി കുറക്കുക. അതായത് GPS ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് കുറച്ചും കൂടി നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ ബാറ്ററി കൂടുതൽ ഹീറ്റ് ആവും. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് നമ്മൾ ഉപയോഗിക്കാതെ സ്ലോ ചാർജിങ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് ഒന്നുകൂടി നിലനിർത്താൻ നമുക്ക് സാധിക്കും. പിന്നെ ഈ ബാറ്ററി ഹെൽത്ത് കുറയുന്നതിനെ പറ്റി പലരും പല രീതിയിലുള്ള സങ്കടങ്ങൾ പറയാറുണ്ട്. ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു, അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറ്റിയപ്പോൾ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു, അല്ലെങ്കിൽ ബാക്ക് ഗ്ലാസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിപ്പയർ ചെയ്തപ്പോൾ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു. ഇങ്ങനെയുള്ള ധാരണകളൊക്കെ വെറും തെറ്റായ ധാരണകളാണ്. ബാറ്ററി ഹെൽത്ത് നോർമലി കുറഞ്ഞു വരും. കാരണം ഏതൊരു ഇലക്ട്രോണിക് സാധനം എന്തൊരു സാധനമാണെങ്കിലും ഉപയോഗിക്കുന്നതോറും അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും. അത് ഒരിക്കലും നമുക്കൊരു വിഷമം ഉണ്ടാകേണ്ട കാര്യമല്ല. ബാറ്ററി കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ബാറ്ററി മാറിയിടാൻ പറ്റും. നമുക്ക് ഹെൽത്ത് വേണമെങ്കിൽ 100% സെറ്റ് ചെയ്യാൻ വരെ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും റിപ്പയറിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിന് മറുപടി തരുന്നതായിരിക്കും.